നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് ഡോക്ടർ ഐസക് പോൾ. ഞാനൊരു ആയുർവേദ സൈക്യാട്രിസ്റ്റാണ്. ഇന്ന് നമുക്ക് സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം എന്ന വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. സ്ട്രെസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സ്ട്രെസ് ഹാപ്പൻസ് വെൻ പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ ദ റിസോഴ്സസ് എന്നാണ് പറയുക. അഥവാ നമ്മുടെ കഴിവിൽ കൂടുതൽ കാര്യങ്ങൾ മറ്റുള്ളവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളുടെ കഴിവിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴുമാണ് പൊതുവെ സ്ട്രെസ് ഉണ്ടാകുക. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ഒരു സമയം തന്നെ പല പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മിക്കവാറും സ്ട്രെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ സ്ട്രെസ് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് യൂസ്ട്രെസ് അഥവാ യൂസ്ഫുൾ സ്ട്രെസ്സും, രണ്ടാമതായിട്ട് ഡിസ്ട്രെസ്. എന്താണ് യൂസ്ഫുൾ സ്ട്രെസ്? എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ചെറിയ അളവിലുള്ള സ്ട്രെസ് നമുക്ക് ആവശ്യമാണ്. എന്തിനു വേണ്ടി? ആ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി. ഉദാഹരണം പറയുകയാണെങ്കിൽ, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടി, അവന് ആ പരീക്ഷയിൽ തോക്കുമോ, മാർക്ക് കുറഞ്ഞു പോകുമോ എന്ന ഒരു ചെറിയ പേടിയുണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ആ പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കൂ. നേരെ മറിച്ച് ആ പരീക്ഷയെക്കുറിച്ച് ഒരു പേടിയില്ല, ഒരു സ്ട്രെസ്സും ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അവൻ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യത്തില്ല, നല്ല രീതിയിൽ പഠിക്കില്ല, സ്വതവേ മാർക്ക് കുറഞ്ഞു പോകാനുള്ള സാധ്യതയും കൂടും. അതുകൊണ്ട് ചെറിയ അളവിലുള്ള സ്ട്രെസ്, ഇതിന് യൂസ്ട്രെസ് എന്ന് പറയും, ഇത് ആവശ്യമാണ്. നേരെ മറിച്ച് ആ യൂസ്ട്രെസ് അല്ലെങ്കിൽ യൂസ്ഫുൾ സ്ട്രെസ് ഒരു പരിധിയിൽ കവിയുകയും ഒരു പരിധി കവിഞ്ഞ് അത് ഡിസ്ട്രെസ് ആയി മാറുകയും ചെയ്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ പ്രൊഡക്ടിവിറ്റിയെ, ഉൽപാദനക്ഷമത്വത്തെ ബാധിക്കും. അമിതമായിട്ട് പേടിക്കുകയും അമിതമായിട്ട് ടെൻഷൻ അടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരീക്ഷ പോലുള്ള കാര്യങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് യൂസ്ട്രെസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുകയും അത് ഡിസ്ട്രെസ്സിലേക്ക് പോകാൻ നോക്കുകയും ആണ്. ഇനി സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ, ഈ ഡിസ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമുക്കതെങ്ങനെ മാനേജ് ചെയ്യാം എന്ന് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് വളരെ ഏറെ റിലാക്സേഷൻ ടെക്നിക്കുകളുണ്ട്, ബ്രീത്തിങ് ടെക്നിക്കുകൾ, പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ പോലുള്ള ടെക്നിക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ ആയുർവേദത്തിലാണെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാൻ ഉപയോഗപ്രദമായിട്ടുള്ള മരുന്നുകളും ഇന്ന് അവൈലബിൾ ആണ്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. നന്ദി, നമസ്കാരം.